വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം. പ്രിയ ശ്രോതാക്കളെ, വിചാരത്തിൽ ഇന്ന് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ അവാർഡ് നേടിയ ഡോക്ടർ KG പൗലോസുമായി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ പ്രോ VC ഡോക്ടർ K മുത്തുലക്ഷ്മി നടത്തുന്ന അഭിമുഖം കേൾക്കാം. ഭാഷ, സാഹിത്യം, സംസ്കാരം, കല എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ മേഖലകളിൽ വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് പ്രൊഫസർ ഡോക്ടർ KG പൗലോസ്. സാറുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം ശ്രോതാക്കൾക്ക് വേണ്ടി നടത്താൻ സാധിക്കുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഈ സംഭാഷണം നടത്തുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മഹത്തായ പുരസ്കാരമായിരിക്കുന്ന ഭാഷാ സമ്മാൻ 2023 ഭാഷാ സമ്മാൻ പുരസ്കാരം മാഷെ തേടി എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ്. മാഷ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. നമസ്കാരം. മലയാളികൾക്ക് ആകമാനം അഭിമാനകരമായൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. ഭാഷ, സാഹിത്യം, സംസ്കാരം, കല എന്നിങ്ങനെയുള്ള പല മണ്ഡലങ്ങളിലും മാഷ് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മഹത്തായ പുരസ്കാരമായിരിക്കുന്ന ഭാഷാ സമ്മാൻ 2023 ഭാഷാ സമ്മാൻ മാഷെ തേടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. തികച്ചും അർഹമായ ഒരു അംഗീകാരം തന്നെയാണ്. മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനകരമായൊരു കാര്യമാണ്. ഈ പുരസ്കാരത്തെക്കുറിച്ചും പുരസ്കാര ലബ്ധിയെക്കുറിച്ചും ഒന്ന് വിശദമാക്കാമോ? ഈ പുരസ്കാരത്തിൻ്റെ സ്വഭാവമൊന്നും എനിക്കറിയില്ലായിരുന്നു, നേരത്തെ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പലരോടും ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി എല്ലാ വർഷവും ഇങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഈ പുരസ്കാരങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സർഗാത്മക രചനകളെ മാത്രമാണ്. റിസർച്ച്, അതുപോലുള്ള വൈജ്ഞാനിക സാഹിത്യം, അതിനെയൊന്നും ഇത് സ്പർശിക്കുന്നില്ല. മാത്രമല്ല ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ലിറ്ററേച്ചർ അതിൽ വരുന്നുമില്ല. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഈ വൈജ്ഞാനിക തലത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സംഭാവനകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പുരസ്കാരം വേണം എന്നൊരു ധാരണ വരികയും അങ്ങനെ ഇന്ത്യയെ 4 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചു, സോൺസായിട്ട് തിരിച്ചു. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ ഇതിൽ ഈ 2 എണ്ണത്തിന് വെച്ച് ഓരോ വർഷവും സമ്മാനം കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നോർത്ത് സൗത്തിലേതാണ്. അതിൽ സൗത്തിലേതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സൗത്തിലെ 4 ഭാഷകളല്ല, റീജിയൻ, ഈ 4 റീജിയനുകളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ, വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, പിന്നെ ഈ കുടിയാട്ടം പോലുള്ള മേഖലയിലുള്ള അതായത് അതിലുള്ള പുസ്തകങ്ങളെന്ന് പറയുന്നത് അത് 10th സെഞ്ച്വറിയിലുള്ളതുണ്ട്, 14th സെഞ്ച്വറിയിലുള്ളതുണ്ട്, ആ മിഡീവൽ പീരീഡ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് എനിക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഞാൻ വളരെ സംതൃപ്തനുമാണ്, സന്തോഷമുണ്ട്, അഭിമാനകരമായൊരു കാര്യമാണ്. സ്വാഭാവികമായി വരുന്ന ഒരു വിശദീകരണം ആവശ്യമുള്ളൊരു കാര്യം, മാഷ്ടെ കർമ്മ മേഖല വളരെ വിപുലമാണ്. അതിൽ കലയുണ്ട്, ആയുർവേദമുണ്ട്, സംസ്കൃത സാഹിത്യമുണ്ട്, മറ്റ് ഭാഷാ വിഷയങ്ങളും ഒക്കെയുണ്ട്. എന്നാലും അടിസ്ഥാനപരമായി നോക്കുമ്പോൾ സംസ്കൃത ഭാഷയും അതിലടങ്ങിയ വിജ്ഞാനങ്ങൾ എന്നും കണക്കാക്കാമല്ലോ. അപ്പോൾ ഈ മേഖലയിലേക്കുള്ള സാറിൻ്റെ ഒരു പ്രവേശം അത് വളരെ സഫലവും സാർത്ഥകവുമാണ്. ആ പ്രവർത്തനം, ആ പ്രവേശം എങ്ങനെയായിരുന്നു എന്നറിയാനായിട്ടൊരു കൗതുകമുണ്ട്. അല്ല, അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ കുട്ടികളോട് പറയാറുള്ളൊരു കാര്യമുണ്ട്. ഈ സംസ്കൃതം എന്നതൊരു സ്വർണ്ണ താക്കോലാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ വയ്യാത്ത ജ്ഞാനശേഖരങ്ങളില്ല എന്നാണ്. ഞാനിപ്പോൾ കൂടിയാട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആയുർവേദത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിലൊന്നും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഞാനതൊന്നും പഠിച്ചില്ല. പക്ഷേ എൻ്റെ കയ്യിൽ സംസ്കൃതമുണ്ട്. അപ്പോൾ ഈ സംസ്കൃതം കൊണ്ട് എനിക്കതിലൊക്കെ പോകാൻ സാധിക്കുന്നു എന്നതാണ് സംസ്കൃതത്തിൻ്റെ എൻ്റെ അനുഭവത്തിലുള്ള ഒരു മഹത്വമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ സംസ്കൃതം പഠിക്കാൻ തുടങ്ങുമ്പോൾ യാതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, വളരെ യാദൃച്ഛികമായിട്ടാണ്. ഞാനൊരു നാട്ടിൻപുറത്ത് ആണ് ജനിച്ചത്. അവിടെ ഈ വിദ്യാഭ്യാസത്തിലൊക്കെ അന്ന് പോകുന്ന ആളുകൾ വളരെ കുറവാണ്, കൃഷിക്കാരും ഒക്കെയുള്ള ഒരു ലോകമാണ്.
വെണ്ണിക്കുളം സെൻറ്റ് ജോർജസ് ഹൈസ്കൂൾ. അന്ന് ഹൈസ്കൂളല്ല, അന്ന് മിഡിൽ സ്കൂളാണ് ഇതിനെ. അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കാൻ ചേരുന്നു. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5ാം ക്ലാസ്സിലെ 2 ഡിവിഷനുണ്ട്. എയും ഉണ്ട് ബിയും ഉണ്ട്. എയിൽ ചേരുന്നവരൊക്കെ സംസ്കൃതം, ബിയിൽ ചേരുന്നവരൊക്കെ മലയാളം. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഈ നമ്മൾ കുട്ടികളൊക്കെ ചോദിക്കുമല്ലോ എന്തൊക്കെയാണ് വേണ്ടത്, ഇപ്പോൾ ഏതിനാ ചേരേണ്ടതെന്ന്. അപ്പോൾ ഈ മുൻപ് പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയും, അത് എയിൽ ചേർന്നാൽ മതി, സംസ്കൃതത്തിൽ ചേർന്നാൽ മതി. ശാരദ ടീച്ചറെ സംസ്കൃതം എടുക്കണേ. ടീച്ചറെന്ന് വെച്ചാൽ ഒരു അമ്മയെപ്പോലെ നമ്മൾ നോക്കിക്കൊള്ളും. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ, പഴയ പലഹാരങ്ങൾ അതും ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ടീച്ചർ ഒരു അമ്മയെപ്പോലെ നോക്കിക്കൊള്ളും. അതുകൊണ്ട് അത് മതി. ശരിക്ക് ഞാൻ ഈ ക്ലാസ്സിൽ ചേരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. പക്ഷേ എൻ്റെ ധാരണ ഒട്ടും തെറ്റില്ല. കാരണം എന്താ വെച്ചാൽ ടീച്ചർ അതുപോലെ തന്നെ ഞങ്ങളെ നോക്കുകയും പ്രത്യേകിച്ച് എന്നോടൊരു വാത്സല്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാനങ്ങനെ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ഈ 10ാം ക്ലാസ്സിൽ പാസ്സായി നിന്നിട്ട് ഇനി എന്ത്, അന്നത്തെ കാലത്ത് ഒരു നാട്ടിൻപുറത്ത് ഈ വിദ്യാഭ്യാസത്തെ പറ്റി ഇനി എന്തെന്നുള്ള ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ നമുക്കാർക്കും അറിയില്ല. അപ്പോഴാണ് ടീച്ചർ പറയുന്നത്, ടീച്ചർ പഠിച്ചത് തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലാണ്. ആ കോളേജ് അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അതുവരെ ടൈറ്റിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയാൽ മതി, അവിടെ നല്ല ഇതാണെന്ന് പറയുന്നു. ഞാനിങ്ങനെ അവിടെ ചെല്ലുന്നു. അങ്ങനെയാണ് ഞാൻ സംസ്കൃത കോളേജിലൊന്ന് ചേരുന്നത്. സംസ്കൃത കോളേജിൽ വന്നപ്പോൾ ചേരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിൻസിപ്പൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക വലിയ ഉയരെ നിൽക്കുന്ന ആളെന്നൊക്കെയല്ലേ. ഞങ്ങളുടെ പ്രിൻസിപ്പൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ ഇങ്ങനെ മക്കളെപ്പോലെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് പ്രൊഫസർ ടി.കെ. രാമചന്ദ്രയ്യ. അപ്പോൾ അദ്ദേഹമാണ് പിന്നെ അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അതിലൂടെ അപ്പോൾ പിന്നെ നമ്മൾക്ക് സംസ്കൃതത്തിൽ നമുക്ക് വലിയ അതിനോട് നമ്മളങ്ങ് ഒരു പാഷനായി മാറുകയും പിന്നെ സംസ്കൃതത്തിലൂടെ അങ്ങ് നീങ്ങാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാരദ ടീച്ചറും ഈ രാമേന്ദ്രയ്യർ സാറാണ് എന്നെ സംസ്കൃതത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വിട്ടത് എന്ന് പറയും. അത് യാദൃച്ഛികമായിരുന്നു ശരിക്ക്. പക്ഷേ രാമേന്ദ്ര സാറിൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സംസ്കൃതത്തെ ഇഷ്ടപ്പെടാനും സംസ്കൃതമായിട്ട് വളരെ ബന്ധപ്പെടാനും ഒക്കെ തുടങ്ങി. അതാണ് എൻ്റെ. അപ്പോൾ ശാരദ ടീച്ചർ മുതലുള്ള രാമേന്ദ്രയ്യർ മാഷ് മുതലുള്ളവരെ ഞാൻ മനസ്സുകൊണ്ട് നമിക്കുകയാണ്. സാറിൻ്റെ വരപ്രസാദം എന്ന പുസ്തകത്തിൽ ഇത്തരം ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് ഓർമ്മിക്കുന്നത്. ഞാൻ അത് സമർപ്പിച്ചിരിക്കുന്നത് തന്നെ മറ്റേ രാമേന്ദ്ര മാഷക്കാണ്. വായിച്ചിട്ടുണ്ട്. രാമേന്ദ്ര മാഷ് അവസാനം ലൗകിക ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യാസിയായി മാറി. എന്നിട്ട് അദ്ദേഹം സമാധിയായി. അപ്പോൾ സമാധിയായത് ആ സമയത്താണ് ഞാൻ ആ പുസ്തകം എഴുതുന്നത്. അതിൻ്റെ തിലോദകം എന്ന് പറഞ്ഞ മാഷക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യകാലത്തെ വിദ്യാഭ്യാസം മുതൽ ഈ പുരസ്കാരം വരെ എത്തി നിൽക്കുന്ന മാഷയുടെ ഒരു യാത്ര, ഒരു ക്രിയാത്മകമായിരിക്കുന്ന ഒരു യാത്രയുണ്ട്. അപ്പോൾ ഇതിൽ ഗുരുക്കന്മാരുണ്ട് ഈ യാത്രയിൽ, മാഷെ സ്വാധീനിച്ചവരും മാഷെ വഴി നടത്തിച്ചവരുമായിട്ട്. അതല്ലാതെ മാഷ് ഭരണപരമായിട്ടും അക്കാദമികമായും നേതൃത്വം കൊടുത്ത സ്ഥാപനങ്ങളുണ്ട്. മാഷ് ഗവേഷണപരമായ സംഭാവനകൾ നൽകിയ വൈവിധ്യമാർന്ന വിഷയങ്ങളുണ്ട്. ഈ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു ആരംഭം, അതിൻ്റെ ഒരു ആദ്യകാല പ്രവർത്തനങ്ങൾ ഒന്ന് വിവരിക്കാമോ? 1968 സെപ്റ്റംബർ 9 ആണ് ഞാൻ അധ്യാപകനായിട്ട് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത്. പട്ടാമ്പി സംസ്കൃത കോളേജിലാണ്. അന്ന് അവിടെ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലേക്ക് വന്നു. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലാണ് പിന്നെ ദീർഘകാലം ഞാൻ പ്രവർത്തിച്ചത്. ഞാൻ പഠിച്ച കോളേജാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു തറവാട് എന്നൊക്കെ പറയണമെങ്കിൽ അത് തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജാണ്. അതിന്നും ഞാൻ ആ സംസ്കൃത കോളേജ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജ് അത് സ്ഥാപിച്ചത് രാജർഷിയാണ്. അതിൻ്റെ പാറ്റേണായിട്ടുണ്ടായിരുന്നത് നമ്മളുടെ പരീക്ഷിത് തമ്പുരാനാണ്. പരീക്ഷിത് തമ്പുരാൻ എന്ന് വെച്ചാൽ അന്ന് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലാകെ തന്നെ നിൽക്കുന്ന ഒരു വലിയ നൈയായികനാണ്, പണ്ഡിതനാണ്, ഒരു വലിയ ഫിഗറാണ്. അദ്ദേഹം കൊച്ചിയിലെ അവസാനത്തെ രാജാവാണ് കേട്ടോ. പണ്ഡിതന്മാരുടെ ഒരു മണ്ഡലമാണ് കോളേജ്. അന്ന് വളരെയേറെ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംസ്കൃതത്തിൻ്റെ ഒരു കേന്ദ്രമായി
മാറിയിരുന്നു ആ കാലത്ത്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ശാസ്ത്ര സദസ്സിലേക്ക് അദ്ദേഹം വരും. ശാസ്ത്ര സദസ്സിലേക്ക് അദ്ദേഹം വരുന്നത് എന്തൊരു പ്രൗഢിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെ മുഖത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓജസ്സും ഒക്കെ കൊണ്ട്. അപ്പോൾ അദ്ദേഹം വരും, മറ്റ് പണ്ഡിതന്മാരെല്ലാം വരും. അപ്പോൾ പൂർണ്ണമായ സംസ്കൃതത്തിലുള്ള സംഭാഷണങ്ങളേ ഉള്ളൂ ആ സദസ്സ് മുഴുവൻ. അപ്പോൾ പ്രാചീനമായിരിക്കുന്ന വിദ്യകളെ പറ്റി ഓരോരുത്തർ സംസാരിക്കുന്നു, മറ്റുള്ളവർ ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയാണ് ഈ ശാസ്ത്ര സദസ്സിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അവിടെയാണെങ്കിൽ വലിയൊരു മാൻസ്ക്രിപ്റ്റ് ലൈബ്രറി ഉണ്ട്, അതുണ്ട്. അത് പഴയ കൊച്ചി രാജ്യത്തിൻ്റെ മാൻസ്ക്രിപ്റ്റുകൾ മുഴുവൻ അവിടെയുണ്ട്. ഒരു പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതൊക്കെ 1964 ഇദ്ദേഹം അന്തരിക്കുന്നു. ഞാൻ ഓർക്കണ്ട, അന്ന് മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് കാവ്യശാസ്ത്ര വിനോദേന കാലോ ഗച്ഛതി ധീമതാം. അങ്ങനെയുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നർത്ഥം. പക്ഷെ അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾ കോളേജിനൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു. അവൻ്റെ കാരണം വെച്ചാൽ ഈ പുതിയ ഇത് വരുന്നു, പുതിയ വിഷയങ്ങൾ, പുതിയ പാഠ്യപദ്ധതികൾ, വല്ലാത്തൊരു ട്രാൻസിഷൻ പീരീഡായിരുന്നു. ആ ട്രാൻസിഷൻ പീരീഡ് ആയിരിക്കുന്ന ആ കാലത്തിൽ ഞാനവിടെ ഇല്ല. അന്ന് ഞാൻ പട്ടാമ്പിക്ക് പോയി. പട്ടാമ്പിയിലേക്ക് എനിക്ക് ട്രാൻസ്ഫറായി മാറിയിരുന്നു. ഞാൻ പട്ടാമ്പിയിൽ നിന്ന് തിരിച്ച് അവിടെ വരുന്നത് 1986 അപ്പോൾ ഒരു ദീർഘകാലം ഇവിടുന്ന് വിട്ട് നിന്നിട്ട്. അന്ന് ഞാൻ വരുമ്പോൾ പ്രിൻസിപ്പളായിട്ടാണ് ഞാൻ വരിക. അപ്പോൾ ഞങ്ങൾ അവിടെ പഠിച്ച ആദ്യ ബാച്ചിൽ പെട്ട ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പളായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയാം. അപ്പോൾ അതിലെ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ വരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ പരീക്ഷിത് തമ്പുരാൻ്റെ വേർപാടോട് കൂടിയിട്ട് ഇതെല്ലാം എന്താണ് പറയുക, അതിൻ്റെ മുഴുവൻ ശോഭ കെടുകയും ആ പ്രവർത്തനങ്ങളൊക്കെ പേരിന് മാത്രം എന്നുവെച്ചാൽ ഒരു നാഥനില്ലായ്മ വന്നു എന്നർത്ഥം. അപ്പം ഞാൻ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുക്കുമ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ പരീക്ഷിത് തമ്പുരാൻ പ്രസരിപ്പിച്ചിരുന്ന ആ ഊർജം അത് അന്തരീക്ഷത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അതിൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ പരീക്ഷിത് തമ്പുരാനെയൊക്കെ ആളുകൾ മറന്നിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ വരിക. ഞാൻ ആദ്യം ചെയ്തത് പരീക്ഷിത് തമ്പുരാൻ്റെ 111ാം ജന്മദിനം ആഘോഷിച്ചു. ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകളും കാര്യങ്ങളും പരീക്ഷിത് തമ്പുരാനെ പറ്റിയൊക്കെ ചർച്ചകളുമായിട്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ പരീക്ഷിത് തമ്പുരാനെ പറ്റിയിട്ടൊരു എഡിറ്റ് പേജിൽ ഒരു വലിയ ലേഖനം, ദ ഫിലോസഫർ കിങ് ഓഫ് കൊച്ചി എന്നൊരു വലിയ ലേഖനം. ഇതിനു വേണ്ട വിവരശേഖരണമൊക്കെ നടത്തി ആവശ്യമായ വിവരങ്ങൾ അല്ല, ഒന്നാമത് എനിക്കിതൊക്കെ അറിയാം. കാരണം വെച്ചാൽ ഞാൻ ഈ കോളേജിലായിരുന്നു, പരീക്ഷിത് തമ്പുരാനെ കണ്ടിട്ടുണ്ട്, അന്ന് അവിടെ നടന്നിരുന്നത് എന്തൊക്കെയെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷിത് തമ്പുരാനെ പറ്റി പുതിയൊരു ഉണർവ് ആളുകൾ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് പരീക്ഷിത് തമ്പുരാൻ്റെ ഈ അനുസ്മരണം നടക്കുമ്പോൾ പരീക്ഷിത് തമ്പുരാനെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം അത് ഹിൽ പാലസിലാണ്. അത് കണ്ടുപിടിച്ച് അവിടെ നിന്ന് കലാമണ്ഡലം കൃഷ്ണനായരാശാൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണനായരാശാൻ ജീവശിഖ കൊളുത്തി അത് കോളേജിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് ഒരു പുനർജനിയാണത് അതിൻ്റെ ഒരു പ്രതീകമായിട്ട്. അതോടുകൂടി പിന്നീട് വളരെ ഞങ്ങൾ തന്നെ വളരെ എനർജറ്റിക്കായി ഇതിൽ ചെയ്യാനായിട്ട്. അങ്ങനെ ശാസ്ത്ര സദസ്സ് പുനർജനിപ്പിച്ചു. വീണ്ടും വളരെ ശക്തിയായിട്ട് നല്ല രീതിയിൽ ശാസ്ത്ര സദസ്സ് പുനഃസംഘടിപ്പിച്ചു. മാത്രമല്ല പരീക്ഷിത് തമ്പുരാൻ്റെ പേരിൽ ഒരു ഇൻ്റർനാഷണൽ ലെക്ചർ ഏർപ്പെടുത്തി. അത് അന്ന് പരീക്ഷിത് തമ്പുരാൻ്റെ പേരിൽ നമ്മൾ ഏർപ്പെടുത്തിയ ലെക്ചറിന് ഇന്ത്യയിൽ ഉള്ള ഏറ്റവും വലിയ പ്രതിഫലമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെക്ചർ ചെയ്യുന്ന ആളുകൾക്ക്. എന്നിട്ട് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കപിലാവാസ്യാനാണ് ആദ്യത്തെ പ്രഭാഷണം നടത്തിയത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ദ ആർട്സ് ഓഫ് കേരള ക്ഷേത്ര എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വളരെ പ്രശസ്തരായിരിക്കുന്ന ഇപ്പോൾ ഷെൽഡൻ പൊള്ളോക്ക്, പത്മ സുബ്രഹ്മണ്യം, അതുപോലുള്ള വലിയ ആളുകളാണ് എല്ലാ കൊല്ലവും ഇപ്പോഴും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശാസ്ത്ര സദസ്സ്
നമ്മൾ ഉയർത്തി എടുത്തു. അതുപോലെ തന്നെ പുതിയതായിട്ട് പരീക്ഷത്തിൽ ലെക്ചർ നടത്തിയെടുത്തു. അത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നത് പോലെ അങ്ങനെയുള്ളൊരു സങ്കല്പമായിരുന്നോ? അല്ല, അതിൽ ഞാൻ ഈ പരീക്ഷത്തിൽ മെമ്മോറിയൽ ലെക്ചർ നമ്മൾ തുടങ്ങുന്നതിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ, ഈ ശാസ്ത്ര സദസ്സ് എന്ന് പറയുന്നത് നിലവിലുള്ള വിജ്ഞാനത്തെ ഉറപ്പിക്കുകയാണ്. അത് പ്രിസർവിങ് ദ ഏൻഷ്യൻ ഇതാണ്. ഈ പരീക്ഷിത ലെക്ചർ എന്ന് പറയുന്നത് ഓരോ വർഷവും ഓരോ വരുന്ന പ്രഭാഷകനും പുതിയ പുതിയ വിഷയങ്ങൾ, സംസ്കൃതവുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വിഷയങ്ങൾ വരികയാണ്. വളരെ പ്രാചീനമായിരിക്കുന്ന സംസ്കൃതത്തിൻ്റെ ജ്ഞാനശേഖരത്തിന് ആധുനികതയുമായി ഇൻ്ററാക്റ്റ് ചെയ്യാൻ ഉള്ളൊരവസരം എന്ന രീതിയിലാണ് ഞാൻ പരീക്ഷിത്ത് മെമ്മോറിയൽ നടത്തിയത്. അത് വളരെ ഫലപ്രദമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 3ാമത്തെ കാര്യം ഞാനവിടെ ചെയ്തത് പബ്ലിക്കേഷൻസ്, അതായത് രവിവർമ്മ സംസ്കൃത ഗ്രന്ഥാവലി എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻ വിഭാഗം ഉണ്ടായിരുന്നു. ആ പബ്ലിക്കേഷനെ ഞാൻ വീണ്ടും കൊണ്ടുവരികയും പൂർണ്ണത്രയി എന്ന പേരിൽ ഒരു ജേണൽ, ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് ജേണൽ പുറത്തിറക്കുകയും ധാരാളം പുസ്തകങ്ങൾ അവിടെ നിന്ന് വരികയും ഒക്കെ ചെയ്തു. ഇത് ഈ ഒരു പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വളരെ, എന്നുവെച്ചാൽ ഒരു ഗവൺമെൻറ് കോളേജിലും നടന്നിട്ടില്ലാത്ത പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കെ ചന്ദ്രശേഖരൻ കോളേജിൽ വരികയും ഇതൊക്കെ കാണുകയും ചെയ്തിട്ട് അദ്ദേഹം ആ സദസ്സിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജ് ഇപ്പോഴ് ഒരു കോളേജല്ല, ദിസ് ഡസ് ദ ഫങ്ഷൻ ഓഫ് എ മിനി യൂണിവേഴ്സിറ്റി. ചില ഗവേഷണം, പ്രസിദ്ധീകരണം, ഈ പ്രഭാഷണങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു എന്ന രീതിയിലേക്ക് നമുക്കതിനെ ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചു എന്നർത്ഥം. ഇതിൽ മാഷിൻ്റെ ഒരു വലിയൊരു ഇച്ഛാശക്തി, വലിയൊരു സങ്കല്പം ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. 88 ആ സമയത്തൊക്കെ ഞാൻ കാര്യവട്ടത്ത് കേരള സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വരാറുണ്ട് ശാസ്ത്ര സദസ്സിനൊക്കെ വരുമ്പോൾ മാഷ് അവിടെ ഓടി നടക്കുന്നതൊക്കെ ഒരേ സമയം ഊണ് വിളമ്പുന്നിടത്തും ഉണ്ടാവും, പരിപാടി നടക്കുന്ന ഹാളിലും ഉണ്ടാവും, ഓഫീസിലും ഉണ്ടാവും. അപ്പോൾ മാഷിങ്ങനെ ഓടി നടക്കുന്നതൊക്കെ വലിയ ആദരവോടുകൂടി, അത്ഭുത ആദരവോടുകൂടിയാണ് അന്ന് നോക്കി കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓർമ്മിക്കുമ്പോൾ മാഷിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുമ്പോഴും അതൊക്കെ പങ്കുവയ്ക്കുമ്പോഴും വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ശ്രീ ശങ്കരാചാര്യ, അല്ല, അതിന് മുൻപ് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പട്ടാമ്പിക്ക് പോകുന്നത്. ആദ്യം പട്ടാമ്പിക്ക് പോയിട്ട് പിന്നീട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പട്ടാമ്പിയിലെ, ഞാൻ പറഞ്ഞല്ലോ, ഈ തൃപ്പൂണിത്തുറ എൻ്റെ തറവാടാണെങ്കിൽ എൻ്റെ പോറ്റമ്മ എന്ന് പറയേണ്ടത് പട്ടാമ്പിയാണ്. കാരണം പട്ടാമ്പി പുന്നശ്ശേരി നമ്പി എന്ന് പറയുന്നത് അന്ന് കേരളത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്. ഇത്ര വിശാല മനസ്കനായ ഒരു ഗുരുനാഥൻ അദ്ദേഹം സ്വന്തം നിലയിൽ സ്ഥാപിച്ച് നടത്തിക്കൊണ്ടു പോകുന്നതാണ് പട്ടാമ്പി സംസ്കൃത കോളേജ് എന്ന് പറയുന്നത്. അത് 1962 വീണ്ടും കോളേജ് ഏറ്റെടുക്കുകയും സർക്കാർ ഏറ്റെടുക്കുകയും യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത് പുതിയ കോളേജ് ആകുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അവിടെ ചെല്ലുന്നത്. അവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. തൃപ്പൂണിത്തുറയും തിരുവനന്തപുരത്തുള്ള സംസ്കൃത കോളേജുകൾ രാജഭരണത്തിലായിരുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വളരെ പ്രകടമായൊരു വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്തും തൃപ്പൂണിത്തുറയും ഉള്ള കോളേജുകൾ നിന്ന് വ്യത്യസ്തമായിട്ട് പട്ടാമ്പിയിൽ വളരെ ഇദ്ദേഹം പുന്നശ്ശേരി തന്നെ സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് എല്ലാവരെയും സംസ്കൃതം പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അഡ്മിറ്റ് ചെയ്യുകയും അവരെയൊക്കെ സ്വയം പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു തുറസ് അവിടെ പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അത് എൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു തുറന്ന, ഒന്നാമത് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളുമായിട്ടും എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നത് കൊണ്ട് അതൊരു എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു എന്ന് പറയാം.
ആ സമയത്ത് പട്ടാമ്പിയിൽ മാഷ് പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ പലരും സംസ്കൃത വിജ്ഞാനത്തിൻ്റെയൊക്കെ മണ്ഡലത്തിൽ വളരെ വളരെ ഉയർന്നു പോയിട്ടുണ്ട്. വളരെ ഉയർന്നവരാണ്. രാജേന്ദ്രൻ മാഷൊക്കെ. അതെ അതെ അതെ, എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് രാജേന്ദ്ര മാഷ്. ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ മാർഗദർശികളായിട്ട് വളരെ ക്രിയാത്മകമായിട്ട് ഈ മേഖലയിലുള്ളവരാണ്. മാത്രമല്ല അതുപോലെ പലരും മാഷ് പഠിപ്പിച്ച, പട്ടാമ്പിയിൽ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ആ ഒരു പഠന കാലത്തെ ഓർമ്മകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പങ്കുവെക്കാറുള്ളത്. വലിയ സന്തോഷം. നമ്മുടെ കേരളത്തിലെ സംസ്കൃത പഠനം ജനകീയമായ ഒരു മുഖമതിന് നൽകുകയും ജനകീയമായ സംസ്കൃത പഠനത്തിന് അടിത്തറയിടുകയും ചെയ്തത് പുന്നശ്ശേരി എംപിയാണ്. അത് പട്ടാമ്പിയാണ്. അതിനുശേഷമാണ് പട്ടാമ്പി കോളേജിൽ നിന്നാണോ ശങ്കരാചാര്യ സംസ്കൃത? ഞാൻ ശങ്കരാചാര്യയിലേക്ക് വരുന്നത് ഞാനിവിടെ തന്നെ സർവീസിലിരിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ സർവീസിലിരുന്നത് ഡെപ്യൂട്ടേഷനായിട്ടാണ് ശങ്കരാചാര്യയിലേക്ക് വരിക. ശങ്കരാചാര്യയിലേക്ക് ഞാൻ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രശ്നസങ്കീർണമായ ഒരു ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ സ്ഥാപിച്ച ഒരു സ്ഥാപനം, വലിയൊരു സ്ഥാപനം, വലിയ പ്രതീക്ഷകളും വലിയ ഭാവന പൂർണ്ണമായിരിക്കുന്ന അതോടുകൂടിയിട്ടാണ് നമ്മളിവിടെ സ്ഥാപിച്ചത്. പക്ഷേ അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ ആദ്യത്തെ രജിസ്ട്രാറായിട്ട് ഞാൻ ചെല്ലുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സങ്കീർണതകളുടെ മുഴുവൻ ഭാരം വഹിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ എന്ന് പറയാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാം ഏതാണ്ട് തുടക്കം മുതൽ തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം ഉണ്ടാകുകയാണ്. അപ്പോൾ ആക്ട് ഉണ്ട്, പക്ഷേ ഈ ആക്ടിന് പല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ആക്ടിന് എന്നുവെച്ചാൽ ആക്ട് മുതൽ തുടങ്ങണം എന്നർത്ഥം. ആക്ടിന് മാറ്റങ്ങൾ വരുത്തണം. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് അവിടെ ഒന്നില്ല, ഉണ്ടായിട്ടേയില്ല. ഈ സ്റ്റാറ്റ്യൂട്ട് മുഴുവൻ എഴുതി ഉണ്ടാക്കണം. ഓർഡിനൻസസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല. എന്ന് വെച്ചാൽ നിയമപരമായ ഒരു സർവകലാശാലയ്ക്ക് ഉണ്ടാകേണ്ട ഭദ്രമായ ഒരു അടിത്തറ പണിയേണ്ടത് എൻ്റെ ചുമതലയായിട്ട് വന്നു എന്നർത്ഥം. എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാനവിടെ സാധിച്ചു വെച്ചു എന്നാണ്. ഈ റെഗുലേഷൻസ് വരെ ഉണ്ടാക്കുകയും ഭദ്രമായൊരു അടിത്തറ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ നമുക്ക് വളരെയധികം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കാരണം പുതിയ അധ്യാപകരെ നിയമിക്കുന്നു, ധാരാളം ആളുകളിൽ നിന്ന് ഏറ്റവും നല്ലവരെ നോക്കി തിരഞ്ഞെടുത്ത് നല്ല ഒരു ഫാക്കൽറ്റി ഉണ്ട്. ഒരുപക്ഷെ അന്ന് കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത തരത്തിലുള്ള നല്ലൊരു ഫാക്കൽറ്റി ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നു. മറ്റൊന്ന്, അവിടെ ഈ കേവല ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡി എന്നുള്ള നിലയിലേക്ക് അത് ചുരുങ്ങരുത് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ തുടങ്ങിയ കുറേ എക്സ്ട്രാ വർക്കുകളുണ്ട്, എക്സ്ട്രാ ഡിസിപ്ലിൻസ് ഉണ്ട്. ഉദാഹരണം കൾച്ചറൽ സ്റ്റഡീസ്. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിഷയം കേരളത്തിലെ സർവകലാശാലകളിൽ ആദ്യം തുടങ്ങിയത് കാലടിയിലാണ്. അത് നമ്മൾ സ്കറിയ സാറ് അതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചകളിലും മാസങ്ങളിലും ഇങ്ങനെ പരിപാടികൾ. അപ്പോൾ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ സർവകലാശാലകളിൽ നിന്നും പ്രബുദ്ധരായ വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിലിങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് വേദിക് സ്റ്റഡീസ്. ഈ വേദിക് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനായിട്ട്, അതായത് ഒരു അക്കാഡമിക് ഡിസിപ്ലിനായിട്ട് വന്നത് അവിടെയാണ്. അത് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ഇപ്പോൾ നീലകണ്ഠനായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, സി എം നീലകണ്ഠനാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കേരളത്തിലെ വൈദിക പഠനത്തിന് ഒരു വലിയ ഉണർവ് ഉണ്ടാക്കി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അത്. അപ്പോൾ അതുപോലുള്ള കുറേ സ്കൂൾസ് എന്ന നിലയിൽ നമ്മൾ ക്ലാസ് റൂം സ്റ്റഡീസിന് അപ്പുറത്തേക്ക് കിടക്കാനുള്ള ഒരു നല്ല ശ്രമം നമ്മൾ നടത്തി. ഇപ്പോൾ ജൈന പഠന കേന്ദ്രം ആര്യദേവി ടീച്ചറിനാണ് അതിൻ്റെ ചാർജ് കൊടുത്ത്. അപ്പോൾ ഈ ജൈന പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് MP വീരേന്ദ്രകുമാറാണ്. അപ്പോൾ വീരേന്ദ്രകുമാർ ജൈന പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് ഞാനാണ് സ്വാഗതം ചെയ്തതെന്ന് ഇതിന്. അപ്പോൾ ആ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തൊരു ആവേശമായിരുന്നു അദ്ദേഹത്തിന്. കേരളത്തിലിപ്പോൾ
ഇങ്ങനൊരു പഠന കേന്ദ്രം ഉണ്ടാകുന്നു എന്നുള്ളതിൽ. അതുപോലെ ബുദ്ധിസ്റ്റ് സെൻറ്റർ ഉണ്ടായിരുന്നു. പിന്നെ പ്രാഗ്രസ് സ്റ്റഡീസ്, സ്കൂൾ ഫോർ പ്രാഗ്രസ് സ്റ്റഡീസ്, അങ്ങനെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒട്ടേറെ പ്രോഗ്രാംസ് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു ഐഡിയൽ യൂണിവേഴ്സിറ്റി എന്ന നിലയിലേക്ക് അതിനെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലുള്ള മറ്റ് സർവകലാശാലകളെ വെച്ച് നോക്കുമ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന, വെറും 30 കൊല്ലമായിട്ടായിട്ടുള്ളൂ ഈ യൂണിവേഴ്സിറ്റിക്ക്. മറ്റേതൊക്കെ എല്ലാം 100-150 വർഷം കഴിഞ്ഞവയാണ്. ഈ വെറും 30 കൊല്ലം കൊണ്ട് മുൻനിരയിലുള്ള ഒരു സർവകലാശാലയാകാൻ സാധിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ സ്റ്റുഡൻസിനും അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്, അവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ, ഒരു തുറന്ന അന്തരീക്ഷത്തിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് ഞാനും. അതിൻ്റെ ഒരു ഗുണഭോക്താവാണ്. തീർച്ചയായിട്ടും മുതലക്ഷ്മിക്ക് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അല്ല, അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ആ 30 കൊല്ലത്തെ ഒരു സേവനം കഴിഞ്ഞ് ഞാനിപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച ഈ ഒരു സമയത്ത് മാഷൊപ്പം ഇരിക്കുമ്പോൾ വേറെ വലിയൊരു പഠന അനുഭവം തന്നെയായിരുന്നു എന്ന്. തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയെ നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അവിടുത്തെ എങ്ങനെ അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഭരണപരമായിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ട് പോലുള്ള കാര്യങ്ങൾ മുതൽ അധ്യാപക അനധ്യാപക നിയമനങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായി സാധിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരിക്കുന്നു. അതുപോലെ അവിടെ മാഷ് കൊണ്ടുവന്ന വളരെ പുതുമയുള്ള ഒരു പദ്ധതിയാണ് സംസ്കൃത ശാക്തീകരണ വിഭാഗം, സ്ട്രെങ്തനിങ് ഓഫ് സാൻസ്ക്രിറ്റ് സ്റ്റഡീസ് എന്നുള്ള. അതിൽ കേരളത്തിലെ സംസ്കൃത പഠനത്തിൻ്റെ ഒരു നോഡൽ ഏജൻസിയായിട്ട് സംസ്കൃത സർവകലാശാല മാറിക്കൊണ്ട് നോഡൽ ഓഫീസറായിട്ട് മാഷിനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത്. അപ്പം അത് കേരളത്തിലെ സ്കൂൾ തലം മുതലുള്ള സംസ്കൃത പഠനത്തിൻ്റെ ഏകോപനമുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ സംസ്കൃത ഒരു പഠനത്തിൻ്റെ ഒരു സവിശേഷമായൊരു മുഖം തന്നെ ആ പദ്ധതിയിലൂടെ നമുക്ക് തുറന്ന് കാണിക്കാനായിട്ട് സാധിക്കും എന്നും തോന്നിയിട്ടുണ്ട്. അത് സംസ്കൃതം പഠിപ്പിക്കുന്ന രീതികൾ, ബോധന രീതിശാസ്ത്രം മുതലായ കാര്യങ്ങളിൽ. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംസ്കൃത പഠനം, സംസ്കൃത വിജ്ഞാനം എന്നുള്ളത് മലയാള ഭാഷയുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. കേരളത്തിലെ സാംസ്കാരികമായൊരു അന്തരീക്ഷവുമായിട്ട് തന്നെ വളരെയധികം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതിനെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സംസ്കൃത ശാക്തീകരണ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ അതിന് സാധ്യമാണ് എന്നും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി 1-2 കാര്യങ്ങൾ. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംസ്കൃത പഠനത്തിന് വേണ്ടിയിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം അനുവദിക്കാറുണ്ട്, ധനസഹായം നൽകാറുണ്ട്. പക്ഷേ ഇത് ഗവൺമെൻറ്റിലേക്കാണ് കിട്ടുക, അതാരും ശ്രദ്ധിക്കില്ല. അതങ്ങനെ ലാപ്സായി പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും പേരിന് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് എന്നോട് ചോദിച്ചു, ഈ സംസ്കൃത പ്രചാരണ പരിപാടികൾക്ക് അത് ചെയ്തോളാമോ എന്ന് ചോദിച്ചു. സാധാരണ നിലയിൽ എനിക്കപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ ജോലിയും തിരക്കും ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷെ ഞാനത് ഒരു ഡെയറിങ് എന്നുള്ള മട്ടിൽ ഞാനത് ഏറ്റെടുക്കുകയും അതിൻ്റെ നോഡൽ ഓഫീസറായിട്ട് തന്നെ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കേരളത്തിലുള്ള സ്കൂളുകളിലുള്ള മൊത്തം സംസ്കൃത അധ്യാപകരെ സംഘടിപ്പിക്കുകയും അവർക്ക് പല ദിവസം യൂണിവേഴ്സിറ്റിയിൽ വരെ താമസിച്ച് ക്യാമ്പുകൾ നടത്തി സംസ്കൃത അധ്യാപനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മാതൃകാ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ സ്കീം. മാതൃകാ വിദ്യാലയങ്ങൾ എന്ന് വെച്ചാൽ ഏതാണ്ട് എല്ലാ വിദ്യാഭ്യാസ ഉപജില്ലകളിലും ഒരു വിദ്യാലയത്തെ തിരഞ്ഞെടുത്തിട്ട് ആ വിദ്യാലയത്തിന് മാതൃകാ വിദ്യാലയം എടുത്ത് കൊടുത്ത് അവിടെ സംസ്കൃത പഠനം പ്രത്യേകമായിട്ട് തുടങ്ങുക. സംസ്കൃത പഠനത്തോടൊപ്പം ലാംഗ്വേജ് മാത്രമല്ല, സംസ്കൃതത്തിലുള്ള സാഹിത്യം, വേദാന്തം അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ക്ലാസ്സുകൾ എടുക്കുക. അത് അവിടെ ഉള്ളവരും പുറമേ നിന്ന് പ്രഗത്ഭരായി വന്നവരൊക്കെ ക്ലാസ് എടുത്ത് ഏതാണ്ട് നമ്മുടെ ഒരു 240ഓളം വിദ്യാലയങ്ങളിൽ വളരെ സജീവമായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഇതിനുണ്ടായ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നിങ്ങനെ ഈ പലപ്പോഴും നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നമ്മളോട് ഈ മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോൾ പറയാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾക്കിപ്പോൾ സംസ്കൃതത്തിന് കുട്ടികളെ
അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതം പഠിക്കണം പറഞ്ഞ് കുട്ടികൾ വരികയാണ്. അപ്പോൾ മറ്റ് വിഷയങ്ങളുള്ളവർക്ക് കുട്ടികളെ കിട്ടൂലല്ലോ. അതുകൊണ്ട് ഞങ്ങളോട് കുട്ടികളെ സംസ്കൃതത്തിന് ചേർക്കരുതെന്ന് മറ്റ് അധ്യാപകർ പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ആ രീതിയിലുള്ളൊരു വലിയ ആവേശം സൃഷ്ടിക്കാനായിട്ട് സംസ്കൃത പ്രചരണ പദ്ധതിക്ക് സാധിച്ചു. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിൻ്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്കവാറും ഈ പറയുന്ന സ്കൂളുകളിൽ എപ്പോഴെങ്കിലുമൊക്കെ പോവുകയും അവരെ ഈ കുട്ടികളെയൊക്കെ കാണുകയും ടീച്ചേഴ്സിനൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും കേരളം മുഴുവൻ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. അതും പലതരത്തിലുള്ള സാധ്യതകൾ വികസിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഇന്നുള്ള അധ്യാപകരുടെ മുന്നിൽ പുതിയ വാതിലുകൾ വലിയ വാതിലുകളാണത്. സംസ്കൃതം പഠിക്കുന്നവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യാനും അവർക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കാനും ഒക്കെ പറ്റുന്നൊരു പണിയാണിത്. അതെ അതെ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ അവാർഡ് നേടിയ ഡോക്ടർ KG പൗലോസുമായി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ പ്രോ VC ഡോക്ടർ K മുത്തുലക്ഷ്മി നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ഞായറാഴ്ച രാവിലെ 8:30. സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.